വെൽക്കം ടു ABCD ഫാമിലി UK. ഇന്ന് ഞാൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത്. UK-യിൽ റെസിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് UK-യിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് എങ്ങനെ റിന്യൂ ചെയ്യാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പാസ്പോർട്ട് സേവ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ പാസ്പോർട്ട് ഓഫീസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ മിഷൻ ഓർ പോസ്റ്റ് എബ്രോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ റീജിയൻ കൺട്രി സെലക്ട് ചെയ്ത് നമ്മൾ എവിടെ നിന്നാണ് പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ യുണൈറ്റഡ് കിങ്ഡം ആണ് അങ്ങനെ കൊടുക്കുക. തുടർന്ന് UK-യിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ലിസ്റ്റ് വരും. എനിക്ക് തൊട്ടടുത്തുള്ളത് ബിർമിംഗ്ഹാം കോൺസുലേറ്റ് ആണ്, അതിനാൽ ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. തുടർന്ന് കൗൺസിലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ബിർമിംഗ്ഹാം എന്ന പേജിലെത്തും. അതിൽ കോൺസുലർ സർവീസ് ക്ലിക്ക് ചെയ്താൽ ജനറൽ ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. അതിൽ ആപ്ലിക്കേഷൻ ഫോംസ് ആൻഡ് ഫോർമാറ്റ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ കോൺസുലർ, OCI, പാസ്പോർട്ട് എന്നിങ്ങനെ വരും. അതിൽ പാസ്പോർട്ടിൽ ഒന്നാമത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ റീജിയൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ പേജിലോട്ട് എത്തും. അവിടെ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് നമുക്ക് നേരത്തെ ഉള്ളതാണെങ്കിൽ നേരെ ലോഗിൻ ചെയ്താൽ മതിയാകും. തുടർന്ന് വരുന്ന പേജിൽ അപ്ലൈ ഫോർ ഓർഡിനറി പാസ്പോർട്ടിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ പാസ്പോർട്ട് ടൈപ്പ്, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽ, ഫാമിലി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന 9 സ്റ്റെപ്പുള്ള ഒരു പേജ് വരും. അതിൽ പാസ്പോർട്ട് ടൈപ്പ്, അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ പാസ്പോർട്ട്, റീഇഷ്യൂ പാസ്പോർട്ട് ക്ലിക്ക് കൊടുക്കുക. റീഇഷ്യൂ റീസൺ, വാലിഡിറ്റി എക്സ്പയർഡ് വിത്തിൻ 3 years അത് ക്ലിക്ക് ചെയ്യുക. ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ നോർമൽ, ടൈപ്പ് ഓഫ് പാസ്പോർട്ട് ബുക്ക്ലെറ്റ് 36 pages. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ ആപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. അതിലൊരു കാരണവശാലും തെറ്റ് വരാൻ പാടില്ല. ലിസ്റ്റിൽ ഏറ്റവും ലാസ്റ്റ് ആധാർ നമ്പർ പറയുന്നുണ്ട്, അതും കൊടുത്തിരിക്കണം. തുടർന്ന് ഫാമിലി ഡീറ്റെയിൽസ് നൽകുക. ദെൻ നെക്സ്റ്റ് ആപ്ലിക്കൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ്, അതിൽ കൃത്യമായി തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ്റെ ഏതാണെന്നുള്ളത് ആദ്യം കൊടുക്കുക. കാരണം ഇത് അഡ്രസ് വെരിഫിക്കേഷന് വേണ്ടി പോകുന്നതാണ്. ഇത് വളരെ കൃത്യമായി തന്നെ കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ നൽകുക. നെക്സ്റ്റ് കൊടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ പ്രീവിയസ് പാസ്പോർട്ട് ഡീറ്റെയിൽസ് നൽകുക. പാസ്പോർട്ട് നമ്പർ, പ്ലേസ് ഓഫ് ഇഷ്യൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് ഫയൽ നമ്പർ പറയുന്നുണ്ട്. ആ ഫയൽ നമ്പർ പാസ്പോർട്ടിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവും, അത് നൽകുക. തുടർന്ന് വരുന്ന പേജിൽ അതർ ഡീറ്റെയിൽ, നമുക്ക് അതിലെന്തെങ്കിലും ക്രിമിനൽ കുറ്റം എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് നോക്കി അതിന് കൃത്യമായിട്ടുള്ള ആൻസർ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് പേജ്. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് പാസ്പോർട്ടിൻ്റെ ഒരു പ്രിവ്യൂ കിട്ടും. നമ്മളത് എല്ലാം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് എഡിറ്റ് ചെയ്യുക. ദെൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. തുടർന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കൈവശം വയ്ക്കുക. ഇനി നമുക്ക് VFSൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കണം. അതിനുവേണ്ടി ഗൂഗിളിൽ ഇന്ത്യൻ എംബസി UK എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഹൈ കമ്മീഷൻ ഓഫ്
ഇന്ത്യ ലണ്ടൻ എന്ന് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ബുക്ക് ഓൺലൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കാണുന്നില്ലെങ്കിൽ കോൺസുലർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ അത് ഉണ്ടാകും. തുടർന്ന് വരുന്ന പേജിൽ ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബുക്ക് യുവർ അപ്പോയിൻമെൻറ്റ് ഓൺലൈൻ എന്ന് പറയുന്ന മറ്റൊരു പേജ് വരും. അവിടെ സെലക്ട് സർവീസ്, സെലക്ട് ലൊക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. നമുക്ക് സെലക്ട് സർവീസിൽ ക്ലിക്ക് ചെയ്ത് പാസ്പോർട്ട് നോർമൽ എന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് സെലക്ഷൻ ലൊക്കേഷൻ എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്തുള്ള VFSൻ്റെ ഓഫീസ് എവിടെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. എനിക്ക് ബ്രാഡ്ഫോർഡ് ബർമിംഗ്ഹാം എന്നാണ്. ഞാനത് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ഡേറ്റും ടൈമും കാണാൻ സാധിക്കും. ഗ്രീൻ കളറുള്ള ഡേറ്റ് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് അതിൻ്റെ നൽകേണ്ടതുണ്ട്. ഡീറ്റെയിൽസ് നൽകിയതിന് ശേഷം ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഒരു പേപ്പർ കിട്ടും. അതിൻ്റെ പ്രിൻ്റ് എടുക്കാം. ഇനി നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവലിൻ്റെ ചെക്ക് ലിസ്റ്റ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ചെക്ക് ലിസ്റ്റ് ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽ ഇൻ UK എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ചെക്ക് ലിസ്റ്റ് എന്നുള്ളൊരു പേപ്പർ വരും. അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഫുള്ള് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ചെക്ക് ലിസ്റ്റ്, ഈ ചെക്ക് ലിസ്റ്റിൻ്റെ കോപ്പി, അതുപോലെ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ, ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നമ്മളിപ്പോൾ ചെയ്തതാണ്, അതിൻ്റെ കോപ്പി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് ഓഫ് പാസ്പോർട്ട്, പിന്നെ കോപ്പി ഓഫ് എൻട്രി വിസ, നമ്മൾ UK വന്നപ്പോൾ ഒരു വിസയുണ്ട്, എൻട്രി വിസ അതിൻ്റെ കോപ്പി, പിന്നെ ബയോമെട്രിക് കാർഡിൻ്റെ കോപ്പി, UK അഡ്രസ് പ്രൂഫ്, നമ്മളത് നമ്മുടെ കൗൺസിൽ ടാക്സിൻ്റെയോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഒരു കോപ്പി കൊടുക്കാം, അങ്ങനെ അഡ്രസ് പ്രൂഫ് കൊടുക്കാൻ പറ്റും. പിന്നെ അനക്സർ E നമ്മൾ ഫില്ലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി, അനക്സർ Fൻ്റെ ഒരു കോപ്പി, പിന്നെ നമുക്ക് പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് ഫോം അത് ഫില്ലപ്പ് ചെയ്ത് അതിൻ്റെ ഒരു കോപ്പി, പിന്നെ രജിസ്റ്റേർഡ് മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, ലാസ്റ്റ് VFSൻ്റെ ഡിക്ലറേഷൻ്റെ കോപ്പി. ഏതോ മുമ്പ് പറഞ്ഞ ചെക്ക് ലിസ്റ്റ് കൂടാതെ ഈ 2025 മുതൽ ഇന്ത്യൻ പാസ്പോർട്ട് UK നിന്ന് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി ഈ വിസയുടെ 3 പേപ്പറിൻ്റെ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ പ്രിന്റ് ചെയ്യണം. അത് നമുക്ക് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മാത്രമേ നമുക്കത് പ്രിന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഷെയർ കോഡിൻ്റെ ഒരു കോപ്പിയും നിങ്ങൾ കരുതേണ്ടതാണ്. ഈ 2 ഡോക്യുമെൻറ്റും എക്സ്ട്രാ നമ്മൾ കരുതിയെങ്കിൽ മാത്രമേ പാസ്പോർട്ട് റിന്യൂവൽ വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അതുപോലെ ചെക്ക് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാത്തിൻ്റെയും കോപ്പിയും അതുപോലെ ഒറിജിനൽസും നമ്മൾ അപ്പോയിൻമെൻറ്റ് ടൈമിൽ അവിടെ കാണിക്കണം. അപ്പോയിൻമെൻറ്റിന് അവിടെ 15 മിനിറ്റിന് മുമ്പ് നമ്മൾ VFS ഓഫീസിൽ എത്തിച്ചേരണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ. താങ്ക് യു.